Hi everyone, welcome back to my classroom. Today we are going to discuss about the third step of fund flow statement. Third step include calculation of fund from operation. Trading profit or profit from operation is an important source of fund. It is a fund generated from business operations. It is an internal source of fund. Sales are the main source of inflow of the fund. At the same time, cost of goods sold and all other expenses are the outflow. The net effect of the operation, that is source of fund. If the net result is loss, it will be outflow of fund. Okay. ഇപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ട്രേഡിംഗ് പ്രോഫിറ്റ്. അത് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. മെയിനായിട്ട് ഇൻറ്റേർണൽ സോഴ്സിൽ സെയിൽസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും ഇൻറ്റേർണലി ഇൻഫ്ലോ ആയിട്ട് വരുന്നത്. ഔട്ട്ഫ്ലോ ആയിട്ടാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ മറ്റ് എക്സ്പെൻസസും ആണ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് വരാം. അതിൻ്റെ നെറ്റ് എഫക്റ്റ് ആണ് ഏത് വരുന്നത്, സോഴ്സായിട്ട് നമ്മൾ കാണിക്കുന്നത്. അതായത് അതിൽ ലോസും വരാം, അതേപോലെ പ്രോഫിറ്റും വരാം. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നമ്മൾ എടുക്കും. ഇത് ലോസ് ആണെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ. In many cases, the net profit is disclosed by P&L account may not be equal to fund from operation. സാധാരണ കേസിൽ P&L അക്കൗണ്ടിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഒരിക്കലും ഫണ്ട് ഫ്രം ഓപ്പറേഷന് ഈക്വൽ ആയിരിക്കില്ല. കാരണം എന്താണ്, P&L അക്കൗണ്ടിൽ നോൺ ക്യാഷ് ഐറ്റംസും ക്യാഷ് ഐറ്റംസും എൻ്റർ ചെയ്യാറുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ P&L അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് റേസ് ചെയ്യുന്ന എമൗണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷന് ഈക്വൽ ആയിരിക്കും. പക്ഷേ നോൺ ഫണ്ട് ഐറ്റംസ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ P&L അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഇപ്പോൾ നോൺ ക്യാഷ് എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഇൻകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യണത്, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഐറ്റം അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം എന്നാണ് പറയുക. ഇതിൽ എക്സ്പെൻസും ഉണ്ട്, ഇൻകം ഉണ്ട്. അപ്പോൾ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സാക്ഷൻ, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ട്രാൻസ്ഫർ ടു റിസർവ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എക്സെട്ര. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിവിഡൻഡ് റിസീവ്ഡ്, അതുപോലെ എക്സസ് പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ബാക്ക്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതൊക്കെ ഇൻകത്തിനും എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നെറ്റ് പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഇതൊക്കെ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ തിരിച്ച് ആഡ് ചെയ്തത് നമുക്ക് ലെസ് ചെയ്ത് കൊടുക്കുക, ലെസ് ചെയ്തത് നമുക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുത്താലാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അണ്ടർ ദിസ് മെത്തേഡ് ആൻ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ബൈ ഡെബിറ്റിംഗ് ഓൾ ദി നോൺ ക്യാഷ് എക്സ്പെൻസസ് ആൻഡ് നോൺ ക്യാഷ് എക്സ്പെൻസസ് ആൻഡ് നോൺ ഓപ്പറേഷൻ എക്സ്പെൻസസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ടുഗെദർ വിത്ത് നെറ്റ് പ്രോഫിറ്റ്. നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസസ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ലെസ് ചെയ്യാനുള്ളത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ലെസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ. നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലായല്ലോ. തേർഡ് സ്റ്റെപ്പ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ P&L അക്കൗണ്ടിൽ തന്നിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നോൺ ക്യാഷ് എക്സ്പെൻസും നോൺ ക്യാഷ് ഇൻകം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് P&L അക്കൗണ്ടിൽ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ തിരിച്ച് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ഐറ്റംസൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, അതേപോലെ ക്രെഡിറ്റ് ചെയ്തത് ലെസ് ചെയ്ത് കൊടുക്കണം. രണ്ട് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആ മെത്തേഡ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കണം. അതേപോലെ പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്, ഡിപ്രീസിയേഷൻ, സോഴ്സ് ഓഫ് ഫണ്ട് തന്നെയാണോ, ഇങ്ങനെയുള്ള 3 ഡിസ്കഷനാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് മെത്തേഡ് ആദ്യം നോക്കാം. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എന്തുകൊണ്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണത് എന്നുള്ളത് മനസ്സിലായി കാണും. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നോൺ ക്യാഷ് ഐറ്റംസും ക്യാഷ് ഐറ്റംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഇനി മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 2 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മെത്തേഡും ഉണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട്, അതായത് പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫോർമാറ്റും അതിൻ്റെ എക്സാമ്പിളും പഠിക്കാനുണ്ട്. ഇനി ഈ ഒരു മെത്തേഡിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫോർമാറ്റിന് FORMAT എന്നേ ഉള്ളൂ കേട്ടോ. അണ്ടർ ദിസ് മെത്തേഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ദാറ്റ് മീൻസ് ഇറ്റ് ബിഗിൻസ് വിത്ത് ദി നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറണ്ട് ഇയർ. കറണ്ട് ഇയറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ആഡഡ് ബാക്ക് ടു നെറ്റ് പ്രോഫിറ്റ്. അവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോൺ ഫണ്ട് എക്സ്പെൻസസും നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എല്ലാം ഇവിടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് എമൗണ്ട് ആയിരിക്കും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലാണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറൻറ്റ് ഇയർ ഹെഡിങ് ഫസ്റ്റ് കൊടുക്കുന്നു. കറൻറ്റ് ഇയർ 2 പർട്ടിക്കുലർ കോളത്തിന് പുറമെ 2 എമൗണ്ടുകളും പ്രൊവൈഡ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റേർണൽ ആൻഡ് ഔട്ടർ കോളം വേണം, ഇൻറ്റേർണൽ കോളം വേണം. അതായത് ഇന്നർ കോളത്തിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇങ്ങനെ എഴുതി പോകുമ്പോൾ അത് ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് ഇടണം. അപ്പോൾ ഇന്നർ കോളും ഔട്ടർ കോളും വേണം കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് ഫോർ ദി കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതുന്നു. ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ജനറലി വരുന്ന ഐറ്റംസ് നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണാറുള്ള ഡിപ്രീസിയേഷൻ, അതേപോലെ ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻ്ററിം ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ട്രാൻസ്ഫർ ടു റിസർവ്. ഓക്കെ, അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, റെൻറ്റ് റിസീവ്ഡ്, എക്സസ് പ്രൊവിഷൻ റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ ഇഷ്യൂ ഷെയർസ്, ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഓരോ എമൗണ്ടും എഴുതേണ്ടത് ഇന്നർ കോളത്തിൽ, ടോട്ടൽ കോളം ഔട്ടർ കോളത്തിലേക്ക് ഇട്ട് ലെസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ലെസ് ചെയ്യാനുള്ളത് നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണല്ലോ, എക്സ്പെൻസസ് ആണല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഉണ്ട്, ഇൻകം ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻകത്തിനൊരു എക്സാമ്പിൾ. ഡിവിഡൻഡ് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അത് എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഐറ്റം അല്ല, നോൺ ക്യാഷ് ഐറ്റം ആണ്. ഇപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അത്. ഓക്കെ, ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ എമൗണ്ട് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് റിസീവ്ഡ് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിവിഡൻഡ് റിസീവ്ഡ് ലെസ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷനൊക്കെ ഓൾറെഡി നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ലെസ് ചെയ്ത ഐറ്റം അല്ലേ, അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഡിപ്രീസിയേഷൻ ഒരു നോൺ കറൻറ്റ് ഐറ്റത്തിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതിയിട്ടുണ്ടാവും. ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഫണ്ട് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഡിപ്രീസിയേഷനും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ അതിൽ ഔട്ട്ഫ്ലോ ഒന്നും സംഭവിക്കുന്നില്ല, അത് നോൺ ഫണ്ട് ഐറ്റമാണ്. അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുന്നത് അത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് എന്തല്ല, നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അത് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ ഒരു ഗ്രാഫിൽ ഈ ചാർട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡ് നോക്കാം. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റഡ് പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും.
അങ്ങനെ അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എൻട്രി ചെയ്യും. നോൺ ഫണ്ട് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് നോക്കണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കുറേ ഐറ്റംസ് വരും. അത് നമ്മൾ ഡെബിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക, ക്രെഡിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഡെബിറ്റ് സൈഡ് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഫ് ദ ഡെബിറ്റ് സൈഡ് എക്സീഡ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലും ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ഇനി ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആയിരിക്കും. ഇനി എൻ്റെ ഫോർമാറ്റ് നോക്കി ഒന്നുകൂടെ ക്ലിയർ ആവും. P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കാം. ഡെബിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പ്രോഫിറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഇനി P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും അല്ലേ, അതായത് ഡിപ്രീസിയേഷൻ, നോൺ ഫണ്ട് എക്സ്പെൻസസ് എല്ലാം ഇവിടെ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്, ഗുഡ് വിൽ, പാറ്റൻറ്റ് റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ട്രാൻസ്ഫർ ടു റിസർവ്. ഇത്രയും ഐറ്റംസ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക, നോൺ ഫണ്ട് എക്സ്പെൻസസ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിലല്ലേ വരെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതി. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒക്കെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഡിവിഡൻറ്റ് റിസീവ്ഡ്, ഇൻകം ഫ്രം സബ്സിഡിയറി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻകം ടാക്സ് റിട്ടേൺ ബാക്ക്, റെൻറ്റ് റിസീവ്ഡ്. ഇത്രയും ഐറ്റംസ് ജനറലായിട്ട് വരാറുണ്ട്. ഇതിലെല്ലാ ഐറ്റംസ് ഒന്നും എല്ലാ പ്രോബ്ലത്തിനും വരും, 1-2 ഐറ്റംസ് വരും. അപ്പോൾ തന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതും. ദെൻ ക്രെഡിറ്റ് ചെയ്യാനുള്ള ക്രെഡിറ്റ് ചെയ്തു, ഡെബിറ്റ് ചെയ്യാനുള്ള ഡെബിറ്റ് ചെയ്തു. അത് ബാലൻസ് ചെയ്യുമ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിലാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിട്ട് വരിക. ഇനി ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷനാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും അതേപോലെ അതേപോലെ അക്കൗണ്ട് മെത്തേഡും അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ഈ ഒരു ഫോമിലാണ് എഴുതുക. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഡിവിഡൻഡ് റിസീവ്ഡ് അതേപോലെ ഡിപ്രീസിയേഷനും പറഞ്ഞത്. ഡിവിഡൻഡ് റിസീവ്ഡ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അത് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. അത് ശരിക്കും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയതുകൊണ്ട് നമ്മളത് പ്രോഫിറ്റ് എന്ന് ലെസ് ചെയ്തോളണം. അതേപോലെ ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞു. ഇനി P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലാണ് നമ്മൾ ഫോളോ ചെയ്യുക. അത് നോൺ ക്യാഷ് എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക, നോൺ ക്യാഷ് ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നോൺ ഫണ്ട് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ട്രാൻസ്ഫർ ടു റിസർവ്, ഇതൊക്കെ എക്സാമ്പിളായിട്ട് വരാം അല്ലേ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ശരിക്കും അവിടെ ഔട്ട്ഫ്ലോ സംഭവിക്കുന്നുണ്ടോ, ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ടോ? സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോൺ ഫണ്ട് ഐറ്റമാണ്. അത് എന്ത് ചെയ്യണം? ഡെബിറ്റഡ് ഇൻ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിൽ ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് പെർട്ടിക്കുലർ കോളത്തിൽ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ കാണിക്കുക, എമൗണ്ട് കാണിക്കുക. അതേപോലെ ഡിവിഡൻഡ് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിൽ ആ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, അത് നോൺ ഫണ്ട് ഐറ്റമാണ്. ഇനി പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്. പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇത് പ്രൊവിഷൻ വിൽ ബി മെയ്ഡ് എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഇതിൻ്റെയൊക്കെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഓഫ് ഡെപ്സ് അല്ലേ. അതായത് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവും. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റേഴ്സിന് കിട്ടാനുള്ളത് കിട്ടാതെ ഇരിക്കുമ്പോഴാണ് നമ്മളതിന് ബാഡ് ഡെപ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. ഗുഡ് ഡെപ്റ്റ് അല്ല, ബാഡ് ഡെപ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഡോഫ് ഡെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ സംശയമാണ്, നമുക്കത് തിരിച്ച് കിട്ടുമോ എന്നുള്ളത്, അത്രയും കിട്ടാനുള്ള എമൗണ്ട് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് നമ്മളതിന് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ മീറ്റ് ചെയ്യാൻ, ആ ഒരു കണ്ടിൻജൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡോഫുൾ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെറ്റേഴ്സിൻ്റെ മുകളിൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. അതേപോലെ സ്റ്റോക്കിൻ്റെ മുകളിൽ ലോസ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രൊവിഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്? പല രീതിയിൽ പല മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഓപ്പണിംഗ് ബാലൻസ് ഓൺ കൺസേൺഡ് കറണ്ട് അസറ്റ്.
ഫോർ എക്സാമ്പിൾ ഡെറ്റേഴ്സിൻ്റെ മുകളിലാണ് പ്രൊവിഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഓപ്പണിംഗ് ഡെറ്റേഴ്സിൽ നിന്ന് ഓപ്പണിംഗ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് ഡെറ്റേഴ്സിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് കൺസേൺഡ് കറണ്ട് അസറ്റ്. ഏത് സ്റ്റോക്കിൻ്റെ മുകളിലാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൊവിഷൻ ഓപ്പണിംഗ് ബാലൻസ് നിന്ന് ഓപ്പണിംഗ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. ഈ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അസറ്റ്. ഈ സ്റ്റോക്കിൻ്റെ മുകളിലുള്ള ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് ക്ലോസിംഗ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. അതേപോലെ ഡെറ്റേഴ്സിൻ്റെ മുകളിലാണ് പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സിൽ നിന്ന് ഓപ്പണിംഗ് പ്രൊവിഷൻ ലെസ് ചെയ്യുക, ക്ലോസിംഗ് ഡെറ്റേഴ്സിൽ നിന്ന് ക്ലോസിംഗ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. ദീസ് എമൗണ്ട്സ് ആ ലെസ് ചെയ്ത എമൗണ്ട്സ് ഉണ്ടല്ലോ, ദാറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് കറണ്ട് അസറ്റ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കറണ്ട് അസറ്റ് അല്ലേ എടുത്തത്, അതേപോലെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റിൽ ഒരെണ്ണമാണ് സ്റ്റോക്കും ഡെറ്റേഴ്സും അല്ലേ. ആ നെറ്റ് എമൗണ്ട് ആ ലെസ് ചെയ്ത ആ എമൗണ്ട് അവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കുക. പ്രൊവിഷനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻ ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ കറണ്ട് അസറ്റ് കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അസറ്റ് ഷുഡ് ബി ഷോൺ ഇൻ റെസ്പെക്റ്റീവ് കോളം ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എത്രയാണോ ഗ്രോസ് എമൗണ്ട് ഡെറ്റേഴ്സ് സ്റ്റോക്ക് അത് ക്ലോസിംഗ് ഡേറ്റിനും ഓപ്പണിംഗ് ഡേറ്റിനും തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണോ കാണിക്കേണ്ടത് അതുപോലെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കുക. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് കാണിക്കാം, ക്ലോസിംഗ് ഡെറ്റേഴ്സ് കാണിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. 2 ഇയറിൽ തന്നിട്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. ഓക്കെ, അവിടെയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നിടത്തല്ലേ ചെയ്യാം. അവിടെ പ്രൊവിഷനൊന്നും നമ്മൾ ലെസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി. ശരിക്കും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് കറണ്ട് ലയബിലിറ്റി അല്ലേ. അതേപോലെ പ്രൊവിഷനെ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണാം. പ്രൊവിഷനും ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ എടുക്കുക. ഇപ്പോൾ ഓപ്പണിംഗ് പ്രൊവിഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കുക, ക്ലോസിംഗ് പ്രൊവിഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ക്ലോസിംഗ് ഡേറ്റിന് എടുക്കുക. അപ്പോൾ കറണ്ട് അസറ്റ് കാണിക്കേണ്ട സ്ഥലത്ത് കറണ്ട് അസറ്റ് കാണിക്കുക, അതിൻ്റെ പ്രൊവിഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും എടുക്കുക. പ്രൊവിഷൻ എപ്പോഴും കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിംഗ് ഡേറ്റിനും എടുക്കും. കറണ്ട് അസറ്റ് ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഒന്നും പോണില്ല. അത് എക്സാക്റ്റ് എമൗണ്ട് എത്രയാണോ അത് എടുക്കുക. രണ്ടും അതാത് സ്ഥാനത്ത് കാണിക്കുക. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കുക. ആദ്യത്തേൽ നമ്മൾ ലെസ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കറണ്ട് അസറ്റ് ആയിട്ട്. ഓക്കെ, ഇനി ഇഫ് ദി എക്സസ് പ്രൊവിഷൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇറ്റ് മേ ബി ട്രീറ്റഡ് ആസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. 2 പ്രൊവിഷനും കൂടെ കമ്പയർ ചെയ്യുക. പ്രീവിയസ് കറണ്ട് ഇയർ പ്രൊവിഷൻ കമ്പയർ ചെയ്തിട്ട് എക്സസ് പ്രൊവിഷൻ ആണെങ്കിൽ അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് എക്സസ് പ്രൊവിഷൻ ഷുഡ് ബി ആഡഡ് ടു പ്രോഫിറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സസ് പ്രൊവിഷൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൊവിഷൻ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആ സമയത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എക്സസ് പ്രൊവിഷൻ ആണെങ്കിൽ അപ്രോപ്രിയേഷൻ ആയിട്ട് കാണിക്കുക. ഓക്കെ, അപ്രോപ്രിയേഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിൻ്റെ കൂടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കുകയാണ് വേണ്ടത്. അവിടെ എവിടെ കാണിക്കേണ്ട? കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഡിപ്രീസിയേഷൻ സോഴ്സ് ഓഫ് ഫണ്ട് ആണോ എന്നാണ് ചോദ്യം. ഇവിടെ ജനറലി നമ്മൾ പറയുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് അല്ല ജനറലി നമ്മൾ പറയുമ്പോൾ. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് എയ്തർ കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലയബിലിറ്റി. കാരണം അത് കറണ്ട് അസറ്റിനെയും എഫക്റ്റ് ചെയ്യണില്ല, കറണ്ട് ലയബിലിറ്റിനെയും എഫക്റ്റ് ചെയ്യണില്ല. ഓക്കെ, വെൻ വി പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഇറ്റ് വിൽ ഡിക്രീസ് ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. ശരിക്കും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റിനെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. അതേപോലെ കറണ്ട് ഇയർ പ്രോഫിറ്റും കുറയും അല്ലേ. ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റും കുറയും. എക്സ്പെൻസ് അത്രയും എമൗണ്ട് അവിടെ കാണിക്കുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഇൻ ദി ഫണ്ട് ഫ്ലോ അനാലിസിസ് ഇറ്റ് ഈസ് ആഡഡ് ബാക്ക് ടു പ്രോഫിറ്റ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് ഫ്ലോ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ആഡഡ് ബാക്ക്, തിരിച്ച് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. എന്ത് കണ്ടുപിടിക്കാൻ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ. ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്, ഡിപ്രീസിയേഷനെ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഫേംസ് ഹാവിങ് എ ഷോർട്ടേജ് ഓഫ് ഫണ്ട് കുഡ് ഹാവ് ഇംപ്രൂവ്ഡ് ദെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ബൈ പ്രൊവൈഡിങ് മോർ ഡിപ്രീസിയേഷൻ അല്ലേ.
അത് സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ ഫേമൊക്കെ ചെയ്യുക, കൂടുതൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പോയിന്റ് ഷുഡ് ബി നോട്ടഡ് റിഗാർഡിംഗ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ക്യാൻ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദി ഫ്ലോ ഓഫ് ഫണ്ട്. ശരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഫ്ലോ ഓഫ് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. by affecting tax liability. When more depreciation is provided, tax liability will be reduced. ഒരുപാട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടാക്സ് ലയബിലിറ്റി കുറയും. അതൊന്ന്. Then in case the fixed asset is hired by enterprise, the higher charge are paid for their use. The fund from operation reduced to that extent. ഇവിടെ ഫിക്സഡ് അസറ്റ് ഹയർ ചെയ്യുന്ന സമയത്ത് ഹയർ ചാർജസും എന്തിനു വേണ്ടിയിട്ട് ഹയർ ചാർജസ് ആർ പെയ്ഡ് ഫോർ അതിന് യൂസ് ചെയ്യുമ്പോൾ ഹയർ ചാർജസും കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആ ഒരു എമൗണ്ട് വരെ ആ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ഇൻ കേസ് ഓഫ് എ മാനുഫാക്ചറിങ് കൺസേൺഡ് കേസ് ആണെങ്കിൽ കറണ്ട് അസറ്റ് ഇൻക്ലൂഡിങ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ആൻഡ് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ. അതേപോലെ കറണ്ട് അസറ്റിൻ്റെ കേസ് ആണെങ്കിൽ ഇൻവെൻട്രിയുടെ വാല്യൂൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അതിൽ ഓൾറെഡി ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണല്ലോ. ഇൻക്ലൂഡ് ദ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ആസ് എൻ എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അവിടെ വെൻ കറണ്ട് അസറ്റ് ഇൻക്ലൂഡിങ് ക്ലോസിംഗ് ഇൻവെൻറ്ററി, കറണ്ട് അസറ്റിൽ ക്ലോസിംഗ് ഇൻവെൻറ്ററി കാണിക്കുന്നുണ്ട്. വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻട്രി ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ആസ് ആൻ എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് വാല്യൂ ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ആസ് എ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ ഡിപ്രീസിയേഷൻ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലാണ് ഡിപ്രീസിയേഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. ശരിക്കും സോഴ്സ് ആണോ ചോദിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് അത് സോഴ്സ് അല്ല, പക്ഷേ ഇൻറ്റേർണലി അത് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ. അപ്പോൾ ശരിക്കും ഒട്ടും സോഴ്സ് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. എന്നാൽ സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എക്സാക്റ്റ് ആയിട്ടാണെന്നും പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് നിങ്ങളിവിടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 മെത്തേഡ് ഉണ്ട്. ആ 2 മെത്തേഡിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ ഈ പ്രൊവിഷൻ എഗെയിൻസ്റ്റ് കറണ്ട് അസറ്റ് അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.